കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രാജി ആവശ്യം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നതിനിടെ ഇന്നലെയാണ് ബീരേന്ദർ സിംഗ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുന്നത്. ഡൽഹിയിലെത്തി ബി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ഈ രാജി പ്രഖ്യാപനം. മണിപ്പൂർ നിയമസഭയിൽ കോൺഗ്രസ് ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടത്തുക തന്നെയായിരുന്നു. ബീരേന്ദ്ര സിംഗിനോട് അതിർത്തിയുള്ള ചില NDA സഖ്യകക്ഷി MLA മാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യം ഗവർണർ അജയ് ഭല്ല കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ ബീരേന്ദ്ര സിംഗിനെ BJP നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും പിന്നാലെ രാജിവെപ്പിക്കുകയുമായിരുന്നു. അതേസമയം ബീരേന്ദ്ര സിംഗിന്റെ രാജിക്ക് പിന്നാലെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും BJP സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് AA റഹീം MP നടത്തുന്നത്. മണിപ്പൂരിലും കേന്ദ്രത്തിലും അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഇപ്പോഴും തുടരുന്ന ഈ വംശീയ കലാപത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുന്നത്. AA റഹീമിന്റെ ഫേസ്ബുക്കിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചു, രക്തം കൊണ്ടാകും രാജിക്കത്ത് തയ്യാറാക്കിയിട്ടുണ്ടാകുക. 2 വർഷമായി വംശീയ ഏറ്റുമുട്ടലിൽ ഒഴുക്കിയത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയും കണ്ണുനീരുമാണ്. നഗ്നരായി പരേഡിൽ വിധിക്കപ്പെട്ട വനിതകളുടെ ദൃശ്യം മുതൽ പുറത്തു വന്ന വാർത്തകളിലും കാഴ്ചകളിലും മനുഷ്യരെല്ലാം കരഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിന് പുറത്ത് മണിപ്പൂരിനെ കുറിച്ച് ഓർത്ത് ഒഴുകിയതും ചോര നിറമുള്ള കണ്ണുനീര് തന്നെയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഈ വംശീയ യുദ്ധം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കലാപം തുടങ്ങിയതിൽ പിന്നെ പ്രധാനമന്ത്രി ഇന്നേ വരെ അവിടേക്ക് ചെന്നിട്ട് കൂടിയില്ല. ഇന്ത്യ പൊളിറ്റിക്കൽ ബ്ലോക്ക് MP മാർ മണിപ്പൂർ സന്ദർശിച്ചപ്പോൾ ഞാനും സംഘത്തിനുണ്ടായിരുന്നു. കണ്ട കാഴ്ചകൾ ഇപ്പോഴും പിന്തുടരാറുണ്ട്. തകർത്തെറിഞ്ഞ ക്രൈസ്തവ ആരാധനാലയങ്ങൾ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ആയുധങ്ങളുമായി തെരുവുകളിൽ ശത്രുവിനെ തിരയുന്ന സ്ത്രീകൾ, നല്ല നിലയിൽ പോയിരുന്ന ഇന്നലകളെ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ചിലർ. ഒരുമിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചിരുന്നവരായിരുന്നു. പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കമായിരുന്നു ഈ കലാപം. ഡബിൾ എഞ്ചിൻ സർക്കാർ മണിപ്പൂരിലും കേന്ദ്രത്തിലും അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഇപ്പോഴും തുടരുന്ന ഈ വംശീയ കലാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഒരു എഞ്ചിന്റെ പൈലറ്റ് ഇന്ന് രാജിവെച്ചു, അടുത്ത എഞ്ചിൻ എപ്പോഴാണ് രാജിവെക്കുക? ഇങ്ങനെയാണ് AA റഹീമിന്റെ